നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. ഇവിടെ കഞ്ഞിയും കുറച്ച് കറികളും ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. ഞാൻ 1 ഗ്ലാസ് കുത്തരിക്ക് 1/2 ഗ്ലാസ് ചെറുപയറും എടുത്ത് ഇന്ന് ഒരുമിച്ച് വേവിക്കുകയാണേ. ചിലപ്പോൾ ഞാൻ സെപ്പറേറ്റ് പയർ തോരൻ വയ്ക്കാറുണ്ട്. ഇന്ന് ഞാൻ ഇത് ഒരുമിച്ച് കഴുകി വേവിക്കാൻ വെച്ചു. ആദ്യം ഒരു പുളിശ്ശേരി ഉണ്ടാക്കാം. അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയ കൂടെ ഉലുവയും കൂടെ പൊട്ടിക്കുക. അത് രണ്ടും പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മുടെ എരിവിനനുസരിച്ച് ഞാനിവിടെ ഒരു 3 പച്ചമുളകും 2 വറ്റൽമുളകും ഒരു 5-8 വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി ഒരുപാടൊന്നും വഴലണ്ട. കുറച്ചായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. സിമ്മിലാക്കുക. അതിനുശേഷം നല്ലപോലെ അടിച്ച് ഇങ്ങനെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മോര് വേണേ. കട്ട തൈര, നല്ല മോരല്ല, ഇച്ചിരി ലൂസാക്കാവുള്ളൂ, ഒരു ചെറിയ ലൂസ്. അത് ഒഴിച്ചിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്ത് ഉപ്പും ചേർത്ത് മാറ്റി വയ്ക്കുക. അടുത്തത് നമുക്ക് മത്തി വറക്കാം. അതിന് ഞാനൊരു 8-10 കൊച്ചുള്ളിയും ഒരു 8-10 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇവിടെ എരിവ് വേണം, അതും ഇട്ട് ആവശ്യത്തിന് ഉപ്പും എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ കൊണ്ട് മാത്രം അരയൂല, പിന്നെ ഒരു തരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുത്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഞാൻ മത്തിയിൽ പുരട്ടി ഒരു 10 മിനിറ്റ് വയ്ക്കും. എന്നിട്ട് ഒരു പാനിൽ നമുക്ക് എണ്ണ ചൂടാക്കി അതിലോട്ട് നിറയെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട്, എൻ്റെ കയ്യിലിപ്പോൾ ഈ വറുത്ത് വെച്ച കറിവേപ്പിലേ ഉള്ളൂ, അല്ലെങ്കിൽ തണ്ടോടുകൂടി വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ടൊക്കെ നമുക്ക് ഈ മത്തി നന്നായിട്ട് അടുക്കി അങ്ങ് നിരത്തി വറുത്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ഉണ്ടെങ്കിലേ നോർമലി ചുമ്മാ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് വറക്കുന്നതിലും നല്ല ടേസ്റ്റ് വരും. അപ്പം ഇതിൽ ഒരു സൈഡ് പകുതി ആകുന്നിടം വരെ നമുക്കിത് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഒരു സൈഡ് വെന്തു. ഇനി നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു കയ്യിൽ ക്യാമറ ഉള്ളത് കൊണ്ടാണ് നോൺ സ്റ്റിക്ക് തെന്നി പോണത് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട ശേഷം ഞാൻ കാണിക്കാമേ. എല്ലാം മറിച്ചിട്ടു. ഒരുപാട് മുരിഞ്ഞു പോകരുത്. ആ കാർബണിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ ശരീരത്തിന് ചീത്തയാണ്. അപ്പം ഇതിൽ വറുത്തെടുക്കുക. ഇനി മുളക് പപ്പടമാണ് ഞാൻ ചുട്ടെടുക്കുകയായിരുന്നു. ഇനി അതേ ഇതിൽ തന്നെ ഞാൻ ഒരു 5-6 മുളക് ഇതേപോലെ തന്നെ ഒന്ന് ചൂടാക്കുകയാണേ. എന്നിട്ട് മുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 5-8 കൊച്ചുള്ളിയും ഒരു കുഞ്ഞ് പീസ് പുളിയും ഇതും വെളിച്ചെണ്ണയും ഉപ്പും ഇട്ട് നല്ല പോലെ ഒടച്ച് കൈ കൊണ്ട് ഞെരടി നല്ല ടേസ്റ്റ് ആകുന്നിടം വരെ നമുക്ക് ഉടച്ചെടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ കഞ്ഞിയുടെ വിഭവങ്ങൾ. രസമുണ്ട്, മുളക് പപ്പടമുണ്ട്, പുളിശ്ശേരിയുണ്ട്, മുളക് പൊട്ടിച്ചതുണ്ട്, മാങ്ങാ ചമ്മന്തിയുണ്ട്, മത്തിയുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറാണ്.